അപ്പോൾ ഇന്ന് നമ്മളൊരു വലിയ പണിയിലാണ് കേട്ടോ. അപ്പോൾ 8 കാലിമുട്ടയല്ല കേട്ടോ, ഇത് ടിഷ്യൂ പേപ്പറുമാണ്. ഒരു ചെറിയ കലാപരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കലാപരിപാടിയുടെ അവസാനം ഒരു സംഭവം കാണിക്കാം. എന്താണെന്ന് വെച്ചാലുണ്ട്, ഇപ്പോൾ ഓണക്കിലേ വരാൻ പോണേ. മുല്ലപ്പൂവിന് ഭയങ്കര ക്ഷാമം, റേറ്റൊക്കെ കൂട്ടണ സമയം. മറ്റേ മുല്ലപ്പൂ മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനോടുക്കത്തല്ലേ റേറ്റ് 5000. എൻ്റെ പുണ്യ 5000 ഒന്നുമല്ല, 5000 4000 ഒക്കെ ഒരു മുഴത്തിന് ആരെങ്കിലും മേടിക്കുമോ? എനിക്കറിയില്ല കേട്ടോ, മേടിക്കണവരുണ്ടാവുമായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. ഇത്ര റേറ്റ് കൊടുത്തിട്ടൊക്കെ എങ്ങനെയാണ് മേടിക്കുന്നത്? ഞാൻ 1-2 പേരുടെ അടുത്ത് ഞാൻ ചോദിച്ചു റേറ്റൊക്കെ എത്രയാണ്. അപ്പോൾ അവർ ഇത്രയാണ് പറഞ്ഞത്. ഒരാൾ 1000 2000. ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാട്ടോ എത്രയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര റേറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് തന്നെ ഉണ്ടാക്കാം. തായ് മുല്ലപ്പൂ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അതേ പെർഫെക്റ്റ്ലി കിട്ടുമെന്നു. കിട്ടും, അതേ പെർഫെക്റ്റ്ലി കിട്ടും. അപ്പം നിങ്ങൾക്ക് ആരൊക്കെയെങ്കിലും വേണമെന്നുണ്ടെന്ന് വെച്ചാൽ ഇത് കണ്ടതിന് ശേഷം ഓർഡർ തരിക. അപ്പോൾ നമ്മളത്ര വലിയ 1000 2000 ഒന്നും നമ്മൾ പറയത്തില്ല. 500 രൂപ, കാരണം 400 രൂപയെ നമ്മൾ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഒരു മുഴത്തിന്. എത്രയാണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാൻ ഒത്തിരി സമയം വേണം, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പണിയാണ്. അതാണ് അവർ ഇത്ര. പക്ഷെ എന്നാലും 5000 റേറ്റ് ഒന്നും ഒരു മുഴത്തിനില്ല കേട്ടോ. അതൊക്കെ ഇച്ചിരി ഓവറായിട്ട് തോന്നി. ഉണ്ടാക്കാൻ ഒത്തിരി നേരം വേണം, ഒത്തിരി കഷ്ടപ്പാടാണ് എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ എനിവേ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ചെയ്യാമെന്ന് ഇരിക്കാന്ന് പറഞ്ഞാൽ നേരം ഒരുപാട് വേണം. പിന്നെ അതും പോരാണ്ട് ഇത് ചെയ്യാനായിട്ട് ഒരു താല്പര്യം വേണം. കുറേ നേരം ഇട്ട് പണിഞ്ഞാൽ ഒരു ബഡൊക്കെ ഉണ്ടാക്കി കിട്ടാമെന്ന് വെച്ചാൽ കുറേ നേരം വേണം. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്ര റേറ്റ് അവർ ഇതിന് ചാർജ് ചെയ്യണത്. എനിവേ ഞാൻ എൻ്റെ ശൈലിയിൽ വാട്ടർ പ്രൂഫായിട്ടാണ് ഞാനും ചെയ്യണത്. അപ്പോൾ കാണാം. അപ്പോൾ ഇത് നമ്മൾ ബഡ് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതാണ്. ഇനി ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്ത് ചുറ്റണം. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു വാട്ടർ പ്രൂഫിങ് നമ്മൾ മിക്സ് അടിച്ച് കൊടുക്കണം. എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഉണങ്ങണമെങ്കിൽ തന്നെ ഒരു ദിവസം പിടിക്കും. അപ്പോൾ ഈ ഒരു മിക്സിൽ കുറച്ചധികം കാര്യങ്ങൾ ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ആ പൂവിനെ നിലനിർത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് തായ്ക്കാർ ചെയ്യണ പോലെ തന്നെയാണ് ഞാനും ഇന്ന് പരീക്ഷിച്ച് നോക്കിയത്. ഏതായാലും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ കാണാം കേട്ടോ. ഇതാണ് ഞാൻ ബഡ് തയ്യാറാക്കി നോക്കിയത്. ഒന്ന് ഈ ടൈപ്പ് ഒറിജിനൽ മുല്ലപ്പൂ പോലെ തന്നെ ഇരിക്കും. പിന്നെ ഒരെണ്ണം ഗ്രീൻ ടാപ്പ്. അവരുടെ കയ്യിലുള്ള ഈ തായ്ക്കാർ യൂസ് ചെയ്യുന്ന ടാപ്പ് നമുക്ക് ഓൺലൈനിൽ പോലും അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടാപ്പ് എന്ന് പറയണത് ഈ ഒരു ടാപ്പാണ്. ഈ ടാപ്പ് ഫ്ലോറൽ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിന് ഇത് ചുറ്റി കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്തേന്ന് പറഞ്ഞാൽ ഞാൻ ടാപ്പും അതിൻ്റെ മേലെ കളറുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കൂടുതലും കൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നണേ എന്ന് എനിക്ക് തോന്നുന്നു മുല്ലപ്പൂവായിട്ട്. മുകളിലൊക്കെ നമ്മൾ ആ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ മുല്ലപ്പൂവിന് മുല്ലപ്പൂവായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടേ. അപ്പോൾ ഇത് നമ്മൾ മറ്റേത് യൂസ് ചെയ്തിട്ട് ചീറ്റിയെടുത്തതാണ് കേട്ടോ. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചുറ്റാനായിട്ട് ഇതേ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇരുന്ന് ചുറ്റണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ.